ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അന്ധവിശ്വാസങ്ങളെയും ദുർമന്ത്രവാദങ്ങളെയും ആക്ഷേപിക്കാൻ സത്യത്തിൽ മലയാളിക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരു ചൊല്ലുണ്ടല്ലോ, വീട് നന്നാക്കിയിട്ട് പോരെ നാട് നന്നാക്കൽ. ഈ ചോദ്യം വന്നാൽ ഓരോ മലയാളിയും നാണം കെട്ടുപോകും. നിങ്ങൾ രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുത്ത് വിട്ട അംഗങ്ങൾ പോലും ദുർമന്ത്രവാദത്തിൻ്റെ ആളുകളാണെങ്കിൽ, അതും ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ, നിങ്ങളുടെ സമ്പൂർണ്ണ സാക്ഷരത എന്ത് തേങ്ങാക്കൊലയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തുത്തരമുണ്ട്? രണ്ടുപേരെയും വീണ്ടും ബഹുഭൂരിപക്ഷത്തിനാണ് സാക്ഷര വോട്ടർമാർ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്. പുറത്തു വന്നത് 1.5 വർഷം മുമ്പുള്ള കഥയാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ പ്രസക്തി ഒട്ടും തേഞ്ഞിട്ടില്ല, മാഞ്ഞിട്ടില്ല. ദുർമന്ത്രവാദിയെ കൊണ്ട് കൂടോത്രത്തെ പുറത്തെടുപ്പിച്ചത് വെറുമൊരു MP അല്ല, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ സാക്ഷര കേരളത്തിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ പിന്നെ ഈ പാർട്ടി എങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആത്മീയ വ്യാപാരത്തിനുമെതിരെ ശബ്ദമുയർത്തും? KPCC പ്രസിഡന്റ് പറയുന്നു തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചുവെന്ന്. അതിന് സാക്ഷി കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ. മറവി രോഗം ഉൾപ്പെടെ തൻ്റെ അസുഖങ്ങൾ വിട്ടുമാറാത്തപ്പോഴാണ് സുധാകരൻ രാജ്മോഹൻ ഉണ്ണിത്താനെ സമീപിച്ചത്. ഉണ്ണിത്താനാണത്രേ പത്തനംതിട്ടയിലെ ഈ ദുർമന്ത്രവാദിനിയുടെ അടുത്തേക്ക് സുധാകരൻ അയച്ചത്. രോഗകാരണം മന്ത്രവാദി കണ്ടെത്തി. കൂടോത്രമാണ്, കൂടോത്രം, മാരകമായ കൂടോത്രം. കൂടോത്രം ഒഴിപ്പിക്കാൻ മന്ത്രവാദി തന്നെ നേരിട്ട് എത്തി. അങ്ങനെ സുധാകർജിയുടെ നാട്ടിലെ ഇരുമ്പ് മറയുള്ള കെട്ടിടവടപ്പിൽ നിന്നും അത് കണ്ടെത്തി. 1.5 വർഷം മുമ്പാണത്രേ ഈ കണ്ടെത്തൽ. വീടിൻ്റെ കന്നിമൂലയിൽ നിന്നുമാണ് ഇവ കണ്ടെത്തിയതത്രേ. തെയ്യത്തിൻ്റെ രൂപമുണ്ട്, ആൾരൂപമുണ്ട്, കൈ, കാൽ, ഹൃദയം തുടങ്ങിയ ശരീരഭാഗങ്ങളുടെ രൂപങ്ങളുമുണ്ട്, വീടിൻ്റെ രൂപവുമുണ്ട്. സംശയിക്കേണ്ട, കൂടോത്രമല്ലാതെ മറ്റെന്താണ്? മന്ത്രവാദിയുടെ പ്രത്യേക പൂജയിലാണ് കൂടോത്രം വെച്ച സ്ഥലങ്ങളെല്ലാം ദിവ്യദൃഷ്ടിയിൽ പ്രത്യക്ഷമായത്. അതിലൊന്നാണ് മന്ത്രവാദി സുധാകരൻ്റെ വീട്ടുവളപ്പിലെ കന്നിമൂലയിൽ നിന്നും പുറത്തെടുത്തത്. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ താമസ സ്ഥലത്തും ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റിലും കൂടോത്രം വെച്ചതായും മന്ത്രവാദിയുടെ ദിവ്യദൃഷ്ടിയിൽ പതിഞ്ഞിരുന്നു. അവിടങ്ങളിൽ നിന്നും പിന്നീട് ഭസ്മവും തകിടും കണ്ടെത്തിയത്രേ. ഡൽഹിയിലാകട്ടെ ഭസ്മം മാറ്റുന്നതിനിടയിൽ ജീവനക്കാരന് അസ്വസ്ഥതയുണ്ടായതായും കഥയുണ്ട്. നോക്കണേ, കൂടോത്രത്തിൻ്റെ ഒരു ശക്തി. ഇത്രയും ശക്തിയുള്ള കൂടോത്രം വെച്ചിട്ടും ജീവിച്ചിരിക്കുന്നത് അത്ഭുതമാണെന്ന് സുധാകരൻ പറയുന്നതും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. ഈ മന്ത്രവാദിയെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ കണ്ണൂരിന് ഇങ്ങനെ ഒരു MP പോലും ഉണ്ടാകുമായിരുന്നില്ല. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ മന്ത്രവാദി കാത്തു. ഇരുമ്പ് മറകളെ ഭേദിച്ച് സുധാകരന്റെ വീട്ടിൽ കൂടോത്രം വെച്ചയാൾ അതിലും വലിയ ദുർമന്ത്രവാദിയാകാനേ സാധ്യതയുള്ളൂ. കാരണം 24 മണിക്കൂറും പോലീസ് സുരക്ഷയിലാണ് സുധാകരന്റെ വീട്. വീട്ടുവളപ്പിലേക്ക് പ്രവേശിക്കാൻ ഓട്ടോമാറ്റിക് ഗേറ്റ് കടക്കണം, CCTVയുമുണ്ട്. ഇതെല്ലാം മറികടന്ന് കന്നിമൂലയിൽ കുഴിച്ചിടാനുള്ള ആ കഴിവും കാണാതെ പോകാനാകുമോ? കോൺഗ്രസ് നേതാക്കളുടെ നിലവാരമില്ലായ്മയും ജീർണതയുടെ മുഖവുമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മുൻ KPCC അധ്യക്ഷൻ VM സുധീരനും തന്നെ അപായപ്പെടുത്താൻ കൂടോത്രം നടത്തിയതായി മുൻപ് ആരോപിച്ചിരുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടാൻ ഒരു കോൺഗ്രസ് നേതാവ് കൂടോത്രം നടത്തിയെന്ന് എതിർ ഗ്രൂപ്പുകാർ അന്ന് ആരോപിച്ചിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക PCC അധ്യക്ഷനുമായ DK ശിവകുമാറും തളിപ്പറമ്പിൽ തന്നെ അപായപ്പെടുത്താൻ മൃഗബലി നടത്തിയതായും ആരോപിച്ചിരുന്നു. അങ്ങനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രദേശ് കൂടോത്ര കമ്മിറ്റി ആയിരിക്കുന്നു. കൂടോത്രത്തിന് പിന്നിൽ ആരാകും? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന സംശയം പോലെ സുധാകരന് സംശയം സതീശനാകാനേ വഴിയുള്ളൂ. സുധാകരൻ്റെ മറുമന്ത്രം എന്താണെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.